ഒരു കണക്കിന് നോക്കിയാൽ BRM ഹിക്ക ഒരു ബ്രേക്ക് പോയ വണ്ടിയാണ്, അല്ലെങ്കിൽ രണ്ട് കിളിയില്ലാത്ത മനുഷ്യനാണ്. ചില കാര്യങ്ങളിൽ ആവേശത്തോടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് മുക്കുന്ന വ്യക്തിയാണെങ്കിലും മറ്റ് ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സത്യസന്ധതയുണ്ട്. ഈ അടുത്ത ദിവസം അദ്ദേഹം വിദേശത്ത് ചെന്നിട്ട് കോൺഗ്രസ് പ്രവർത്തകരോട് ഒരു സത്യം തുറന്നു പറഞ്ഞു. അത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഞാൻ ഇപ്പോഴും പറയാം, ഇവിടെ ഇരിക്കുന്ന പല ഉപ്പമാരുടെ മക്കളും കോളേജുകളിൽ SFI ആണ്. ചിലപ്പോൾ ഇതിനകത്തിരിക്കുന്ന നേതാക്കന്മാരുടെ പലരുടെയും സന്താനങ്ങൾ കോളേജിനകത്ത് SFI ആയിരിക്കും. അവരോട് നിങ്ങളുടെ മക്കളെ പടർത്തിയെടുക്കും. എന്റെ 5 വയസ്സുള്ള 6 വയസ്സുള്ള പൊന്നുമോളോട് ഞാൻ ചോദിക്കും, നമ്മുടെ പാർട്ടി ഏതാ മക്കളെ? നമ്മുടെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഉപ്പയുടെയും ഉമ്മയോടുമുള്ള എന്റെ അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നാട്ടിൽ പോകുമ്പോ അവരോട് നിങ്ങളുടെ പാർട്ടി അതെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ശരിയാവുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലൂടെ SFIയുടെ കൊടിയും പിടിച്ചുകൊണ്ട് അവൻ വരുമ്പോ, നിങ്ങൾ വലിയ നേതാക്കന്മാർ ചമഞ്ഞിരിക്കുമ്പോ നിങ്ങളെ അണികൾ നിങ്ങളുടെ പുച്ഛത്തോടുകൂടി നിങ്ങളെ മുഖത്ത് നോക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളു പിടഞ്ഞു പോകും. നിങ്ങൾ കൃത്യമായിട്ടത് പഠിക്കണം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അതെ, കേരളത്തിലെ കോൺഗ്രസുകാരുടെ മക്കളെല്ലാം ഇപ്പൊ SFIയുടെ കൊടി പിടിച്ച് നടക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമല്ലേ? മനുഷ്യരായിട്ടുള്ള ആരെങ്കിലും KSU അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കൂ? തലയിൽ തുണിയിട്ടല്ലാതെ യൂത്ത് മാങ്ങാണ്ടിയുടെ പ്രവർത്തനമൊക്കെ വെച്ച് ഈ പിള്ളേർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും. അതുകൊണ്ട് അവർ SFIക്കാരാകുന്നു. പക്ഷെ ഹിക്കാൻ അങ്ങനെയല്ല. ചെറുതിലെ മുതൽ നിങ്ങൾ യൂത്ത് കോൺഗ്രസ്, KSU എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കണമെന്നാണ്. പിന്നെ പിള്ളേർ വലുതാകുമ്പോൾ അവർക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റൂല. ക്യാമ്പസുകളിൽ ചെന്നാൽ അവർക്ക് യാഥാർത്ഥ്യ ബോധം ഉണ്ടാകില്ല. എന്നിരുന്നാൽ ഹിക്കാന്റെ മനസ്സിൽ എങ്ങനെയാണ് കോൺഗ്രസുകാരുടെ മക്കളുടെ മനസ്സിൽ തന്നെ പ്രസ്ഥാനത്തിന്റെ പേര് പതിപ്പിക്കേണ്ടത് എന്നതിന്റെ സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ് ആണ് നടന്നത്. ഇതുപോലെ തന്നെ ചില നേതാക്കന്മാർ, എക്സാമ്പിൾ AK ആന്റണി, K കരുണാകരൻ തുടങ്ങി ഹിക്കാന്റെ തന്നെ പാർട്ടിയിലെ തലമുതിർന്ന അല്ലെങ്കിൽ അവരുടെ ഐക്കൺ നേതാക്കന്മാരുടെ മക്കൾ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ SFIയുടെ അല്ല, കാവിക്കൊടി പിടിച്ചു പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് ഹിക്കാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. നമ്മളെ ഇവിടെ അല്ലെങ്കിൽ അപ്പുറത്തെ താമര കൂട്ടി നിങ്ങൾ പൊയ്ക്കൊള്ളണം. ഒരു കാരണവശാലും SFIയുടെ കൊടി പിടിക്കാൻ അവസരമുണ്ടാകരുത് എന്ന നിലയിലുള്ള കോച്ചിങ് ആണ്. ആ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഹിക്കാന്റെ പ്രകടനം, പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ കേൾവിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു എന്റർടൈനിങ് ആണ്. വെറുതെ സമ്മർദ്ദത്തിൽ ഇരിക്കുമ്പോൾ ഇതുപോലത്തെ പ്രസംഗങ്ങൾ കേട്ടാൽ കുറച്ച് ചിരിക്കാം, കുറച്ച് ആനന്ദിക്കാം. ഇടയ്ക്കിടയ്ക്ക് അത്തരം കാര്യങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ മെന്റൽ റിലീഫ് കിട്ടുന്ന ഒരു സോഷ്യൽ മീഡിയ എന്റർടൈനറായി മാറിയിട്ടുണ്ട് എന്ന് ആ പ്രസംഗം കേട്ടിരിക്കുന്നവരുടെ മുഖഭാവം തെളിയിക്കുന്നുണ്ട്. എന്തായാലും പ്രസംഗം ഇപ്പോൾ വൈറലാണ്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആൾക്കാർ എങ്ങനെയാണ് KSU യൂത്ത് കോൺഗ്രസുകാരെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ട രീതി എന്നുള്ള ഹിക്കാന്റെ വിദഗ്ധ ഉപദേശത്തെ വമ്പൻ ട്രോളായിട്ട് തന്നെ ആഘോഷിക്കപ്പെടുകയാണ്. ഞാൻ ഇപ്പോഴും പറയാം, ഇവിടെ ഇരിക്കുന്ന പല ഉപ്പമാരുടെ മക്കളും കോളേജുകളിൽ SFI ആണ്. ചിലപ്പോൾ ഇതിനകത്തിരിക്കുന്ന നേതാക്കന്മാരുടെ പലരുടെയും സന്താനങ്ങൾ കോളേജിനകത്ത് SFI ആയിരിക്കും. അവരോട് നിങ്ങളുടെ മക്കളെ പടർത്തിയെടുക്കും. എന്റെ 5 വയസ്സുള്ള 6 വയസ്സുള്ള പൊന്നുമോളോട് ഞാൻ ചോദിക്കും, നമ്മുടെ പാർട്ടി ഏതാ മക്കളെ? നമ്മുടെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഉപ്പയുടെയും ഉമ്മയോടുമുള്ള എന്റെ അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നാട്ടിൽ പോകുമ്പോ അവരോട് നിങ്ങളുടെ പാർട്ടി അതെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ശരിയാവുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലൂടെ SFIയുടെ കൊടിയും പിടിച്ചുകൊണ്ട് അവൻ വരുമ്പോ, നിങ്ങൾ വലിയ നേതാക്കന്മാർ ചമഞ്ഞിരിക്കുമ്പോ നിങ്ങളെ അണികൾ നിങ്ങളുടെ പുച്ഛത്തോടുകൂടി നിങ്ങളെ മുഖത്ത് നോക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളു പിടഞ്ഞു പോകും. നിങ്ങൾ കൃത്യമായിട്ടത് പഠിക്കണം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം.